ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ആ സെക്കൻഡിലെ വിഷയം എല്ലാം മാറി മറിയും. ഇപ്പം ലിസി എൻ്റെ അടുത്ത് ഇങ്ങനെ ക്യൂ നിന്നല്ലേ ആൾക്കാർ വരണം. ഒരാൾക്ക് 5 സെക്കൻഡാണ് കിട്ടണത് പ്രാർത്ഥിക്കാൻ, 5 or 10 കിട്ടും ചിലപ്പോൾ. ഇപ്പം ഞാനൊരു വിഷയം പറയും, ടോപ്പ് സീരിയസ് വിഷയം പറയാൻ പറയും. കാര്യം അത് ആ സമയത്ത് ടോപ്പ് സീരിയസ് എന്ന് പറയുമ്പോൾ വളരെ നിറഞ്ഞ അഭിഷേകം നിൽക്കുമ്പോൾ ജസ്റ്റ് അത് കേട്ടാൽ മാത്രം മതി. ഇപ്പം ലിസി ഒരിക്കലും പറയാത്ത കാര്യം, പറയേണ്ടെന്ന് വിചാരിച്ച കാര്യം, മറന്നുപോയ കാര്യമാണ്, ജീവിതത്തിൽ അനുഭവിച്ച ആ വിഷയം മറന്നുപോയി. അതൊരു കരിഞ്ഞ ഉണങ്ങി കരിഞ്ഞ വടി പോലെയാണ് അമേരിക്കൻ സ്വപ്നം. പക്ഷേ ഇവർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഉടനെ പറയണ, അച്ഛാ എനിക്ക് മക്കൾക്ക് US പോയി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓക്കെ, ബ്ലെസ്സിങ്. അത്രേ ഉള്ളൂ. തീർന്ന് ആ വിഷയം തീർന്നു. ഇത് 18 കൊല്ലമായി ഇതിന് ട്രൈ ചെയ്യണത്. പിന്നെ അത് എടുത്തി, അത് ആ വിഷയം മറന്നുപോയെന്ന്. അങ്ങനെ വിഷയം തനിക്കുള്ള കാര്യം മറന്നുപോയി. അതാണ് കരിഞ്ഞ വടി എന്ന് പറയുന്നത്. പക്ഷേ ഈ ബ്ലെസ്സിങ്ങോടുകൂടി പിറ്റേ ദിവസം ഇവരെന്ത് സംഭവിച്ചെന്നാൽ ആരോ ഇവരോട് പറയണം ഉള്ളിരുന്ന്. അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഉടമ്പടിയുടെ മെയിൻ സംഭവം പ്രസൻസ് ആണ് കേട്ടോ. നോട്ട് ബൈ മിനിറ്റിൽ ഇത് വർക്ക് ചെയ്യും, ടൈം ഷോർട്ടറിങ് ഉണ്ടാകും, ലൈറ്റ് വെയിറ്റിംഗ് ഉണ്ടാകും. എബവ് ഓൾ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രസൻസ്. ആരോ ഇവിടെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, നീ അമേരിക്കൻ എംബസിക്ക് എഴുതാൻ. അപ്പോൾ ഇവർ അമേരിക്കൻ എംബസിക്ക് എന്ത് എഴുതാനാണ്? എനിക്ക് വിസ തരണമെന്ന്. അവരുടെ കയ്യിൽ വിസ ആപ്ലിക്കേഷൻസ് കിടക്കണ എത്രയാണെന്ന് അറിയാമോ? ചിലപ്പോൾ 10-30 ലക്ഷം പേര് ലോകത്തിൽ നിന്ന് മുഴുവനുമായിട്ട് വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. നോർമൽ പ്രോസസ്സിൽ ഇവർക്ക് കിട്ടാൻ, നോർമൽ പ്രോസസ്സ് ഇവരത് സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് കിട്ടാൻ സാധ്യത 27-ലാണ്. ഇവരെന്താ എഴുതണത്? ഞാൻ ഈ രാജ്യത്ത്, നിങ്ങളുടെ രാജ്യത്ത് വന്ന് ജോലി ചെയ്യാൻ വേണ്ടിയാണ് പഠിച്ചത്, പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾ എനിക്ക് വിസ തന്നില്ല. അതാണ് ഇമെയിലിൽ അവർ എഴുതണത്. നിർഭാഗ്യവശാൽ. എന്താണ് കാര്യം? എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വിസ തരുന്നില്ല? രണ്ടാമത്തെ കാര്യം, അപ്പം ഇത് എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വിസ തരുന്നില്ല എന്നുള്ള ചോദ്യം വിസ തരാനുള്ള മെറിറ്റല്ല, അത് അവരെ പ്രകോപിപ്പിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവർക്ക് എന്താ എഴുതേണ്ടതെന്ന് അറിയത്തില്ല. അതാണ് പ്രശ്നം. എന്താ എഴുതേണ്ടതെന്ന് അറിയത്തില്ല. ഒരു സ്റ്റോറി സഞ്ചരിക്കണ വഴി കണ്ടില്ലേ? രണ്ടാമത്തെ വിഷയം, എൻ്റെ കുഞ്ഞിനെ എനിക്ക് US പഠിപ്പിക്കണം. അപ്പം അതും ഒരു വിസ ഇവർക്ക് കൊടുക്കാനുള്ള ന്യായമല്ല. കാനഡയിൽ നിന്ന് കുഞ്ഞിനെ വേണമെങ്കിൽ അവർക്ക് ട്രെയിനുണ്ട്, ട്രെയിനിൽ വിട്ട് ഞാനും കാനഡയുടെയും അമേരിക്കയുടെയും ബോർഡറിൽ പോയതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ നാടും അടുത്ത നാടുമായിട്ട് എങ്ങനെ കിടക്കുന്നു അതുപോലെ കിടക്കുകയാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ വലിയ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. കാര്യം ആൾക്കാർ ചാടി ഇതിനകത്ത് വരാതിരിക്കാൻ വേണ്ടി അവിടെ പട്ടാളക്കാരൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷേ എന്നാലും ആൾക്കാർ ഏജൻസിനൊക്കെ ഇട്ട് ചില ഔദ്യോഗികമല്ലാത്ത രീതിയിലൊക്കെ ട്രാഫിക് അവിടെ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഏരിയയിലൊക്കെ നടക്കാറുണ്ട്. അതാണ് അവരങ്ങനെ കുറേ ആൾക്കാരുള്ളതുകൊണ്ടാണ് ട്രംപ് അവർ പോകണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. അവരവർക്ക് കൈയും കാലൊക്കെ വെച്ച് കെട്ടി വിമാനത്തിൽ പാക്ക് ചെയ്ത് വിടാൻ നമുക്ക് കണ്ടില്ലേ? അതാണ് സംഭവം. ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയിലൂടെ അകത്ത് കിടക്കുന്ന ആൾക്കാർ ചെയ്യണേ. അപ്പോൾ അപ്പോൾ ഇവരോട് പറഞ്ഞു, നിൻ്റെ മകളെ അവിടെ പഠിപ്പിക്കണമെന്ന് ഇവർ പറയണത്. അവളിപ്പോൾ 12 വയസ്സായി, അവൾക്ക് 1 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാനിത് വേണ്ടി ട്രെയിനാണ്. 18 കൊല്ലമായിട്ട് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ ഏത് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇവർ കെയർലെസ് ആയിട്ട് അവർക്ക് കേട്ട പ്രകോപനം തോന്നുന്ന രീതിയിലും സമാധാനം, അവർക്ക് അതേ അറിയാൻ പാടുള്ളൂ. നിങ്ങൾ എഴുതുന്ന സാധനം നെഗറ്റീവാണ് എഴുതണത്, നിൻ്റെ എഴുതണതിന്. പക്ഷേ അമ്മ ഈ സാധനം എഴുതി വിട്ട് കഴിയുമ്പോൾ നമ്മൾ എഴുതുന്നത് നെഗറ്റീവാണെങ്കിലും ത്രൂ മേരിയാണിത് പോണത്. അത് അമ്മ അത് പോസിറ്റീവ് ആക്കി കളയും. അത് ഭയങ്കര രസമാണ്. അപ്പോൾ എന്ത് വിഷയം എന്ന് പറയണത്, ഇവരിങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞ 2 കാര്യവും ഉടമ്പടി നയങ്ങളാണ്. ഇവർക്ക് വിസ കൊടുക്കാൻ പറ്റിയ ന്യായങ്ങളല്ല. പക്ഷേ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ എംബസിയിൽ നിന്ന് ഇവർക്കൊരു ഇമെയിൽ വരും, നിങ്ങളുടെ വിസ ഇപ്പോൾ പ്രോസസ്സിങ് ആയെന്ന്. നമ്മൾക്ക് കേട്ടാൽ ഞെട്ടിപ്പോവും. പക്ഷേ ഞെട്ടേണ്ട കാര്യമില്ല. ഇതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ടൈം ഷോർട്ടറിങ് എന്നാണ്. 18 കൊല്ലമാണ് വെറും 18 മിനിറ്റായിട്ട് ഷോർട്ട് ചെയ്യണത്. അതാണ് നോട്ട് ബൈ മെറിറ്റ്. ഇവർക്കൊരു മെറിറ്റുമില്ല. മകളെ പഠിപ്പിക്കണം എന്നുള്ളത് മെറിറ്റാണോ? അല്ലെങ്കിൽ ഇവർ ഇത്രയും നാൾ വിസ ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളത് ഡീമെറിറ്റാണ്. നമ്മൾ വിസ പ്രോസസ്സിങ്ങിനൊക്കെ വിസയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ
അവർ പാസ്പോർട്ട് നോക്കിയിട്ട് നമ്മുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും രാജ്യത്ത് നമുക്ക് വിസ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഡീമെറിറ്റ് എന്ന് പറയണത്. ഇപ്പോൾ എന്താ പ്രശ്നം, എവിടെ എനിക്ക് ഫ്രാൻസിലെ വിസ പണ്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് മറുപടി പറയണം, എന്തുകൊണ്ടാണ് ഫ്രാൻസിലെ വിസ റിജക്റ്റ് ചെയ്തതെന്ന് പറയണം. അത് ന്യായമായിട്ട് അവർക്ക് തോന്നിയില്ലെങ്കിൽ ഈ വിസ നമുക്ക് തരത്തില്ല. അത് ന്യായം. അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര പാടാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇവരോട് ഇവർ പറഞ്ഞിരിക്കണമെല്ലാം നെഗറ്റീവാണ്, മെറിറ്റ് അല്ലെങ്കിലും അമ്മ ത്രൂ മേരി ഇത് വിടുമ്പോൾ റെക്ടിഫൈ ചെയ്തേ വിടത്തുള്ളൂ. എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം തിരുത്തി പ്രസൻറ്റബിൾ ആക്കിയത്. അമ്മ എന്താണെന്ന് ഇപ്പോഴും എനിക്ക് പിടിയിട്ടില്ല. ഞാൻ അമ്മയെ നേരെ കണ്ടാളെന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷേ ഇതിലൊക്കെ അമ്മ ആരാണെന്ന് പിടിയിട്ടില്ല. അത്രയ്ക്ക് വേറെ വിഷയമാണ്. ഇത് റീഫോർമാറ്റ് ചെയ്യും നമ്മുടെ കത്തുകൾ. പ്രസൻസിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ഏത് സ്പെല്ലിങ്ങാണ്, ഏത് സെൻറ്റൻസാണ് എഴുതേണ്ടത്, എന്നിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത് പ്രസൻറ്റബിൾ ആക്കും. അവർക്ക് ഇവരുടെ ഇത് വായിച്ചപ്പോൾ തന്നെ അവർ പെട്ടെന്ന് എടുത്ത് പ്രോസസ്സിന് കൊടുത്തു, ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സിലേക്ക് കൊടുത്തു. പിന്നെ പെട്ടെന്നാണ് ഇവർക്ക് മെഡിക്കൽ കെയർ നടക്കുന്നത്, ഇൻ്റർവ്യൂ നടക്കുന്നത്, അതിനുശേഷം മെഡിക്കൽ നടക്കും. പെട്ടെന്നല്ല അത് അതായത് 3-4 കൊല്ലം എടുത്ത് 2-3 കൊല്ലമൊക്കെ എടുത്ത് നടത്തേണ്ട പ്രോസസ്സെല്ലാം ഒരാഴ്ച മെഡിക്കൽ, ഒരാഴ്ച ഇൻ്റർവ്യൂ, അടുത്ത ആഴ്ച മെഡിക്കൽ, പെട്ടെന്നാണത്. അതാണ് ടൈം ഷോർട്ടനിങ് എന്ന് പറയണത്. സമയമായില്ലെന്ന് പറഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ടൈം ആകാത്ത സമയം ചുരുങ്ങി വരും. അതാണ് ടൈം ഷോർട്ടനിങ്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റിങ്, എന്നുവെച്ചാൽ വലിയ ഭാരമുള്ള നടക്കാത്ത കാര്യം, 18 കൊല്ലം നടക്കാത്ത കാര്യം ചുമ്മാ ഇങ്ങനെ തൂവൽ പോലെ നടക്കും, ലൈറ്റ് വെയ്റ്റിംഗ് ആയിട്ട് നടക്കും. ഇതല്ല. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി നമ്മൾ ലൈറ്റ് വെയ്റ്റിംഗ് ആയിട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് എപ്പോഴും നമ്മൾ ഉടമ്പടി എന്നുവെച്ചാൽ ഭാരച്ചുരുക്കത്തിൽ ചെയ്യാം. ഭാരച്ചുരുക്കത്തിൽ ഉടമ്പടി ഭാരച്ചുരുക്കം നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതും ഭാരച്ചുരുക്കത്തിൽ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഭാരച്ചുരുക്കത്തിൽ ചെയ്യണത്? ഞാൻ പത്രം കൊടുത്ത് അവർ വല്ല എന്നെ തന്തക്ക് വിളിക്കുക, അയ്യോ എന്നാൽ അവർക്ക് കൊടുക്കണ്ട, ഇവർക്ക് കൊടുത്തേക്കാം. അതാണ് ഭാരം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വല്ലക്കും പണി കിട്ടണമെന്ന് വെച്ചാൽ പണി ഇരന്ന് മേടിക്കണതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തിട്ട് കിടന്ന് മോങ്ങണതാണ്. ഇത് ദൈവസ്നേഹം ഉള്ളവനാണെങ്കിൽ അവൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് തോന്നണം. അവൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, പാർട്ടി സെക്രട്ടറി ആണെന്നല്ല തോന്നേണ്ടത്. അവൻ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം ഈ ഭൂമി വീണിട്ട് 2000 കൊല്ലമായി, ഇന്ന് വരെ വീണ്ടെടുക്കപ്പെടാത്തൊരു വ്യക്തിയാണത്. എൻ്റെ ഉത്തരവാദിത്തമാണ് അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് അവൻ. കൈയടിക്കട്ടെ, ശ്രുതികളെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ബിൻസി. താമരശ്ശേരി രൂപതയിൽ ആനക്കാമ്പോയിൽ സെൻറ്റ് മേരീസ് ഇടവങ്കയിൽ നിന്നാണ് ഞാനിവിടെ എത്തിയത്. 2022 ഒക്ടോബർ 21 ഓൺലൈനായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം 22 അന്ന് എൻ്റെ വീട്ടിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളുള്ളൊരു സമയമായിരുന്നു. ഞാൻ ബാംഗ്ലൂരുള്ള ഒരു വീട്ടു ജോലിക്ക് പോയി. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിൽ വലിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് മുൻപോട്ട് ജീവിക്കണമെന്ന് എനിക്കൊരു തരുമ്പ് പോലും ആഗ്രഹമില്ലാതിരുന്നൊരു സമയത്ത് യാദൃശ്ചികമായിട്ട് എനിക്കൊരു ഫോൺ കിട്ടുകയും ആ ഫോണിൽ നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്ക് കാണാനും എനിക്കിടയാവുന്നു. ആ ടോക്കിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനകളും എൻ്റെ ബുദ്ധിമുട്ടുകളുമായിരുന്നു. പിന്നീട് ഓരോ നിമിഷവും എനിക്ക് പിന്നെ ആ
ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള ആ തോന്നലിൽ നിന്ന് ഞാൻ മാറി മാറി വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 22-ാം തീയതി കരഞ്ഞ് വല്ലാതെ കരഞ്ഞ് വിഷമിച്ച് കട്ടിലിൽ ഞാൻ കിടക്കുമായിരുന്നു. ആ സമയത്ത് ഉച്ചയ്ക്ക് 2 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, അന്നേരം ചോറൊന്നും ഉണ്ടിട്ടില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീ അവർ വന്നിട്ട് ഇങ്ങനെ എന്നെ നോക്കി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. ഇതൊന്നും സാരമില്ല എന്നുള്ള മട്ടിന് നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പം എനിക്കതാരാന്നൊന്നും അങ്ങനെ തോന്നുന്നൊന്നുമില്ല, പ്രത്യേകിച്ചൊരു വികാരമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അവിടെ അവരുടെ ഒരു കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ട്, അപ്പോൾ അവരായിരിക്കും എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു നോക്കിയപ്പോൾ ആ കൊച്ചപ്പുറത്തെ കട്ടിലേൽ അവിടുത്തെ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതാരാന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓർത്തു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഈ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുമ്പം ഈ അൾത്താരയുടെ ആ ഭാഗത്ത് കാണുന്ന ആ നിറങ്ങൾ, ആ പിങ്ക്, റോസ്, പിന്നെ ഈ ക്രൂശിത രൂപത്തിൻ്റെ അടുത്തോട്ടുള്ള ആ ഗോൾഡൻ കളറ്, ഈ കളറുകളെല്ലാമാണ് അവരുടെ ചുറ്റും ഉണ്ടായിരുന്നത്. വളരെ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു രൂപമായിരുന്നു. കുറേ നേരം അങ്ങനെ എന്നെ നോക്കി പുഞ്ചിരിച്ച് നിന്നിട്ട് അത് പിന്നെ അങ്ങ് മാഞ്ഞു പോയി. അപ്പം എനിക്ക് പിന്നീട് തോന്നി അത് അമ്മ മാതാവായിരിക്കുമോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. ഭയങ്കര നിരാശയിലായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഉടമ്പടി ധ്യാനം ഞാൻ ഒരു ദിവസം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിന് കുറേ ആയിട്ട് ഭയങ്കര വേദനയും നടുവിന് വേദന, മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പോയി ഇഞ്ചക്ഷൻ എടുക്കണം, നടുവുമിന്നലുണ്ടാവും. വലത് കാലിൻ്റെ തുടയിൽ വലിയൊരു നീര്, ഫയൽമാന്മാരുടെയൊക്കെ മസിൽ വീർത്ത് നിൽക്കുന്ന പോലെ ഒരു തുട മാത്രം വീർത്ത് നിൽക്കുമായിരുന്നു. പിന്നെ കാലിനൊരു ചട്ടും ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ധ്യാനം ഇങ്ങനെ കൂടുക, ഞാൻ ആ നിൽക്കുന്ന വീട്ടിലൊരു കൊച്ചിനെ മാത്രം നോക്കാനുള്ളൂ. അപ്പം അതിൻ്റെ അപ്പനും അമ്മയും ജോലിക്ക് പോവും. അപ്പം ഞാൻ ആ സമയത്ത് ഈ യൂട്യൂബിലെ ഈ ധ്യാനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, സാക്ഷ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഈ ധ്യാനം കൂടി, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേസ്റ്റ് താഴെ കൊണ്ട് കളയാനുണ്ട്. ഞങ്ങൾ 5ാമത്തെ നിലയിലാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ താഴെ ഇറങ്ങി വന്ന് ഞാൻ നടക്കുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ കാലിൻ്റെ ചട്ടില്ലേ, എനിക്ക് ചട്ടുന്ന പോലെ എനിക്ക് തോന്നിയില്ല. കാലിങ്ങനെ ഒരു സ്പ്രിങ് തെറിക്കുന്ന പോലെ ഇങ്ങനെ തെറിക്കുമായിരുന്നു. അപ്പം ഇതിനു മുമ്പ് ഒത്തിരി ചികിത്സിച്ചതാണ് കാല്, നടുവിന് വേദനയ്ക്കൊക്കെ ഒരുപാട് ചികിത്സിച്ചാണ്. പക്ഷേ അതൊന്നും മാറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അത് മാറുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നുമില്ല, അത് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുവാണ് എൻ്റെ കാലിൻ്റെ ഈ ചട്ട് പോയോ. അപ്പോൾ വേഗം ഞാൻ ആ വേസ്റ്റ് അവിടെ ഇട്ടിട്ട് ഞാൻ തിരിച്ചു ഓടി മുകളിൽ പോയി നോക്കി. എൻ്റെ കാലിൻ്റെ തുട നോക്കിയപ്പോൾ ആ നീരവിടെ കാണാനില്ല. ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കാലിന് ആ നീര് വന്നിട്ടില്ല, എൻ്റെ കാലിന് ചട്ടില്ല, എനിക്ക് നടുവിന് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാറില്ല. എനിക്ക് വളരെ അപൂർവമായിട്ടെങ്ങാനും ഇടയ്ക്കൊരു വേദനയോ പ്രശ്നങ്ങളോ വന്നാലേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു ബുദ്ധിമുട്ടുകൾ എനിക്കില്ല. അതൊന്നാണ് എൻ്റെ സാക്ഷ്യം. ഇംഗ്ലീഷ് മെഡിസിന് കുറേ നോക്കി, അത് കൂടാതെ ആയുർവേദം വയനാട്ടിലൊരു ആദിവാസി അമ്മയുടെ അടുത്ത് പോയി അവർ തിരുമ്മി അങ്ങനെ ചികിത്സിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇളകി, വീണ്ടും ബുദ്ധിമുട്ട് കൂടുതലായി. പിന്നെ കുറേ നാൾ ആയുർവേദം മരുന്നുകൾ പിന്നെ ഞങ്ങൾ കഴിച്ചു. പക്ഷേ ഇതിനൊന്നും മാറ്റം ഉണ്ടല്ല. അപ്പോൾ ഇനി ഇത് മാറുമല്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ പൂർണ്ണമായിട്ട് എൻ്റെ കാലിന് മാറി. അതിനുശേഷം പിന്നീട് വന്നത് ഇവൻ്റെ പ്രശ്നമായിരുന്നു. വീട്ടിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ നേരത്താണ് ഇവൻ്റെ +2 പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഇയർ ഇവൻ പാസ്സായി, സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും കൊച്ച് ഫെയിലായി. വീട്ടിൽ അതുപോലത്തെ അസ്വസ്ഥതയായിരുന്നു. ഞാനും ഇല്ല വീട്ടിലെ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത ബുദ്ധിമുട്ടുകളായിരുന്നു അവിടെ. ആ സമയത്ത് കൊച്ച് ഫെയിലായി. അപ്പം ചുറ്റുമുള്ള ഒരുപാട് പരിഹസിച്ച് ഒത്തിരി വേദനിപ്പിച്ച്, ചേട്ടാ അതിനെയൊക്കെ വിളിച്ച് ഒരുപാട് പേര് കൂടി നിന്ന് കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ശരിക്കും തലയുയർത്തി നടക്കാൻ മേലാത്ത പോലെ. മക്കൾക്കൊക്കെ പല കഴിവല്ലേ ഉണ്ടാവും, എല്ലാവർക്കും ഒരേ കഴിവില്ലല്ലോ. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഞാനാകെ കരഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, അമ്മേ ഇവൻ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവനൊന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നല്ല കഴിവ് ഇവൻ അമ്മയൊന്ന് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവനോട് കൃപാസന മാതാവിൻ്റെ ഒരു ചിത്രം വരയ്ക്കാമോന്ന്. അപ്പം ഞാൻ ബാംഗ്ലൂരുള്ളത്, ഇവനോട് ഫോണിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, മോനെ ഒരു ചിത്രം വരച്ച് തരാമോ എന്ന് ചോദിച്ചു. അവനപ്പം തന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടു. ഞാനത് അന്നേരം സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഇവനോട് പറഞ്ഞു, ഇനി നീ ഒന്നും പേടിക്കണ്ട, ഇനി അമ്മ നിൻ്റെ കാര്യം നോക്കിക്കോളും എന്ന് ഇവനോട് പറഞ്ഞു. ഇവനതന്നേരം വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ പിന്നീട് ഞാൻ കണ്ടത് അത്ഭുതമാണ്. അവൻ വരച്ച ഒരു ചിത്രമാണ് ഇത്.
ഇതേപോലെ ആരുടെ ചിത്രം വരച്ചു കൊടുത്താൽ, മനുഷ്യരുടെ ആരുടെ പലരുടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫോട്ടോ കൊടുത്താൽ അവരൊന്നിച്ചിരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ വരച്ച് ഫ്രെയിം ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതിനുള്ള ചെറിയ വരുമാനം അവന് കിട്ടുന്നുണ്ട്. എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആരും പഠിപ്പിച്ചതല്ല, ഒരിടത്തും പോയി ഒരു കോഴ്സും ഇവൻ പഠിച്ചിട്ടില്ല, ആരും അവനെ പഠിപ്പിച്ചിട്ടില്ല. നീ ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞ് ആരും അവനെ കാണിച്ചു കൊടുത്തില്ല. പക്ഷേ ഇന്ന് അവനിങ്ങനെ ചെയ്യുന്നു. അതെന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ വയ്യാത്തൊരു അത്രയും വലിയൊരു അനുഗ്രഹമായിരുന്നു. ഒന്ന് പിന്നെ 2023 സെപ്റ്റംബർ മാസം 12-ാം തീയതി ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് ഞാനിങ്ങനെ വീട്ടുവേലയ്ക്കൊക്കെ പോകുമ്പം കുറേ പേരൊക്കെ പരിഹസിക്കും. അങ്ങനെ ഒരാൾ പറഞ്ഞു, നീ ഇങ്ങനെ നിൻ്റെ വൈഫിനെ പണിക്ക് വിടാതെ ഒരു മുറുക്കാൻ കടയൊക്കെ ഇട്ട് ആ വീട്ടിൽ അങ്ങനെ നിർത്തുക, വീടിന് മുമ്പിലൊരു മുറുക്കാൻ കട ഇട്ടാൽ മതി, മക്കളെ പോറ്റാൻ അത് മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഇന്നത്തെ കാലത്ത് ഒരു മുറുക്കാൻ കടയും കൊണ്ട് ഒരു കുടുംബം മുമ്പോട്ട് പോകും. ഡിഗ്രി പഠിക്കുന്ന കൊച്ച്, ഇവൻ +2കാരന്, അതിനും ചെറിയൊരു കൊച്ച്, പ്രായമായ കാരണന്മാർ, എല്ലാവരെയും കൂടെ ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ കൊണ്ട് അത് സാധിക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ വേദനയോടെ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എനിക്ക് അന്ന് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുന്ന പണിക്കൂലിയും എനിക്ക് എങ്ങും എത്തുകയില്ലായിരുന്നു. കടമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും വയ്യാതെ 2 വർഷത്തോളം വീട്ടിലിരുന്ന സമയമായിരുന്നു. അപ്പം ഒന്നുകൊണ്ടും തികയാത്തൊരു സമയമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അന്നത്തെ ആ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ്, ഒരു മുറുക്കാൻ കട ഇട്ടാൽ 3 കുഞ്ഞുങ്ങളെ നമുക്ക് പോറ്റാൻ പറ്റുമെന്ന്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അച്ഛനോട് ആരും വന്ന് പറഞ്ഞല്ല, പക്ഷെ അച്ഛൻ ഈ ആൾക്കാരിൽ നിന്ന് അത് പറയുകയാണ്. എനിക്ക് അപ്പം തന്നെ എനിക്ക് എൻ്റെ വിശ്വാസം കൂടി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് 30,000 രൂപ എനിക്ക് കൂലി കിട്ടണം. എൻ്റെ അമ്മച്ചി അന്ന് വീണായിരുന്നു. അമ്മച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിമ്മ. അമ്മച്ചി ഒന്ന് വീണായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ശരിക്കും ഞാൻ അമ്മച്ചിയെ നോക്കേണ്ടതാണ്. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒരു കാരണവശാലും അമ്മച്ചിയെ പോയി നോക്കാൻ പറ്റത്തില്ല. ചേട്ടായിയാണ് അമ്മച്ചിയെ നോക്കുന്നത്. അപ്പം ഈ അമ്മച്ചിയുടെ പ്രായമുള്ള ഒരു അമ്മേനെ എനിക്ക് തന്നേരം ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. പിന്നെ എനിക്ക് എന്നും പള്ളിയിൽ പോകാനും പറ്റണം. എനിക്ക് 3 നിയോഗം ഒന്ന് സഹായിച്ചു തരണേന്ന് അന്നത്തെ ഉടമ്പടി ആരാധനയിൽ ഞാൻ ഈ അച്ഛൻ ആരാധന മധ്യേ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്. അതിൻ്റെ കൂടുതൽ അച്ഛൻ പറഞ്ഞു, നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട്, പക്ഷേ അവരാരും നിങ്ങളെ സഹായിക്കത്തില്ല. ഒരാളെ എടുത്തുകൊണ്ട് ഓടിയാൽ എത്ര വേഗത്തിൽ ഓടിയാൽ അവർ സ്പീഡിലാവും, അതുപോലെ അവരുടെ ജീവിതം മാറാൻ പോകാന്നുള്ള ഒരു സന്ദേശം അച്ഛൻ അന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് ആ ധ്യാനം കൂടി എഴുന്നേറ്റു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നെ വിളിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പണിക്ക് നിൽക്കുകയാണ്. അന്നേരം പറഞ്ഞു, നീ ഇന്നടത്തേക്ക് വാ. അപ്പോൾ ആദ്യം എനിക്ക് ബന്ധുക്കളായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനൊരു മടിയായിരുന്നു. പക്ഷേ അവളോട് അവൾ ഒഴിവായി പോടാന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ആദ്യം നീ എനിക്ക് 30,000 രൂപ തന്നാലേ ഞാൻ വരുവുള്ളൂ. അന്നേരം നീ 30 പറഞ്ഞാലും ഞാൻ തരും എന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ അന്നത്തെ നിയോഗത്തെപ്പറ്റി ഞാൻ ഓർക്കുന്നത്. 30,000 രൂപ അവരെനിക്ക് അന്നേരം കൂലി തന്നു. പ്രായമായ എൻ്റെ അമ്മച്ചിയുടെ അതേ പ്രായമുള്ള ഒരു അമ്മച്ചീനെ എനിക്ക് നോക്കിയാൽ മതി. എന്നും എനിക്ക് പള്ളിയിൽ പോകാം, പ്രാർത്ഥനയ്ക്കൊന്നും ഒരു തടസ്സമില്ല, നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി. അത്രയും അത് നമ്മൾ ചോദിച്ചാൽ അമ്മ അതേപടി നമ്മുടെ മുമ്പിൽ തരാണ്. പിന്നെ എല്ലാ തരത്തിലും ഞങ്ങൾ ഒറ്റപ്പെട്ട് എല്ലാ തരത്തിലും ഒരുപാട് വേദനിച്ചതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ചുറ്റുവട്ടമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു വിഷമമില്ല, ബുദ്ധിമുട്ടില്ല. വീട്ടിലേക്ക് ഇപ്പോൾ ആരും വഴക്കിന് വരാറില്ല. ഞാൻ വീടിന് ചുറ്റും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ദിവസവും പലപ്പോഴും നമുക്കൊന്ന് വീട്ടിൽ പോകാൻ പറ്റുക, പോയിട്ട് ഇറങ്ങുമ്പം വീടിന് ചുറ്റും ഉപ്പിട്ട് അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ ആ വീട്ടിലെ ബഹളങ്ങളില്ല, വീട് മൊത്തം ശാന്തം. ഇത്രയും സമാധാനമായിട്ട് വളരെ മനോഹരമായിട്ട് ആ വീട് മുമ്പോട്ട് പോകുന്നു. പിന്നെ ഇവന് ആസ്മയായിരുന്നു മോന്. ഇപ്പം ആസ്മ എന്ന് പറഞ്ഞാൽ 2 നേരം ഇൻഹേലർ വലിക്കണം. ഇൻഹേലർ വലിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഗുളികകൾ വേറെ കഴിക്കണം. എന്നാലും കൊച്ചിന് നിൽക്കാൻ പറ്റില്ല. ചാച്ചന് വീടിയും പുകലയൊക്കെ വേണം. അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ വഴക്ക് വീട്ടിൽ വേറെ. ഇത് ഇവന് ഈ ബുദ്ധിമുട്ട് കൂടി കഴിയുമ്പോൾ ഇവന് അരിശം വരും. അരിശം വന്ന് ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേനും മൂക്കിൽ കൂടെ വരെ ബ്ലഡ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുമായിരുന്നു. ഇപ്പം അവൻ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. വല്ലാതെ പൊടി കൂടിയാൽ ചിലപ്പോൾ ഒക്കെ ഒരു ജലദോഷത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നല്ലാതെ മറ്റേ ആദ്യത്തേതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുകളും അവനിപ്പോൾ ഇല്ല. പിന്നെ എനിക്ക് ഈ ചുറ്റുവട്ടത്ത് എല്ലാവരും നല്ല മനുഷ്യരാണ്, ഒത്തിരി നന്മ ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യരായിരുന്നു. പക്ഷേ
അവർ നമ്മളുടെ നേരെ തിരിഞ്ഞപ്പോൾ ഞാൻ അവിടെ എല്ലാവർക്കും ആരെന്നോട് എന്ത് സഹായം പറഞ്ഞാലും എൻ്റെ വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞാൻ അവിടെ ഇട്ടിട്ട് ആരെന്നെ കാര്യം പറഞ്ഞാലും ഞാനത് ചെയ്യാനായിട്ട് ഓടിപ്പോവും. കൂലിക്കല്ല, എന്ത് കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഓടിപ്പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവരെല്ലാം കൂടി എനിക്കിട്ട് എതിരെ തിരിഞ്ഞു എന്ന് വന്നപ്പോൾ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല, നീ ഈ വചനത്തിൽ കൂടെ എന്നോടൊന്ന് സംസാരിക്കാവോ, അമ്മ എന്നോടൊന്ന് പറയാവോ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 1 Korinthos 8:2. എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നവർ അറിയേണ്ടത് അറിയുന്നില്ല എന്ന്. അതോടുകൂടി എനിക്ക് എല്ലാവരോടും ഉള്ള ദേഷ്യവും വിഷമമൊക്കെ അവിടെ മാഞ്ഞു പോയി. കാരണം അവർ സത്യം അറിയാതെയാണ് ഈ കാര്യങ്ങൾക്ക് മുഴുവനും നമ്മളെ ഈ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത് എനിക്ക് ബോധ്യമായപ്പം എനിക്കിപ്പോൾ ആരോടും ഒരു വിഷമവും ഇല്ല. അതേപോലെ കാരണവന്മാരാണേലും കൊച്ചുങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന അവരെന്ത് കാണിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ കൊച്ചുങ്ങൾക്ക് വളരെയേറെ വേദനകളും ബുദ്ധിമുട്ടുകളും വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോട് ഒട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ഞാനും ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഇവിടെ ഉടമ്പടി എടുത്ത തൊട്ടുടനെ എനിക്കൊരു ധ്യാനം കൂടാൻ പറ്റി. ആ ധ്യാനത്തിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയുടെ ഒരു കുറഞ്ഞ ഭാഗം ധ്യാനത്തിൻ്റെ ലാസ്റ്റ് സമയത്ത് അവർ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. എനിക്ക് അവരോട് ദേഷ്യപ്പെടാനുള്ള ഒരു യോഗ്യതയില്ല. അമ്മ പുൽത്തൊട്ടിയിലിരുന്ന ഉണ്ണീനെ കുരിശ് വരെ പുറകെ നടന്ന് ആ മകൻ അനുഭവിച്ച എല്ലാ പാടുപീടുകളും കണ്ട അമ്മ ഒരിക്കൽ പോലും അവരോടാരോടും ദേഷ്യപ്പെട്ടതായിട്ട് ഞാൻ ഒരിടത്തും വായിച്ചില്ല. ആ അമ്മയുടെ മുമ്പിൽ മാധ്യസ്ഥം യാചിക്കുന്ന എനിക്ക് അവരോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാനുള്ള എന്ത് യോഗ്യതയുള്ളത്? അതോടുകൂടി എന്നെ വിഷമിപ്പിക്കുന്ന ആ ഓരോരുത്തരോടും ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് എനിക്ക് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും എനിക്കിന്ന് പറ്റുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാമ്പത്തികമായിട്ട് ഏറ്റവും കുറഞ്ഞ ഇതിലാണ്. പ്രായമായ കാരണവന്മാരാണ്. അപ്പോൾ ചേട്ടായിക്ക് അവരെ ഇട്ടിട്ട് ദൂരോട്ട് പോകാൻ പറ്റത്തില്ല. ഇവൻ്റെ ഇളയ കൊച്ച് 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടുമായിട്ടും അമ്മച്ചയാണേലും ചേട്ടായി എപ്പോഴും അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയായതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് ദൂരോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു വരുമാനം കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. പക്ഷേ എന്നാലും അതിൻ്റെ ഇടയ്ക്കും ആരെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ അവരുടെ ഇല്ലായ്മകൾ പറയാനോ അല്ലെങ്കിൽ അവരുടെ ശരിക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കി തരാനോ അമ്മ മാതാവ് അതിന് അവസരം ഒരുക്കി തരാറുണ്ട്. ആ കാണുന്ന നേരത്തെ എൻ്റെ കയ്യിലുള്ളത് അതേപടി എടുത്ത് കൊടുത്ത് അവരെ സഹായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. പറ്റുന്ന സഹായം. അതുപോലെ ഒരു ധ്യാന കേന്ദ്രത്തിലാണ് മാസം ഉച്ചഭക്ഷണത്തിനായിട്ട് ഒരു ചെറിയ പൈസ അതെനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തോടു കൂടി അത് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പത്രമാണേലും എല്ലായിടത്തും ജാതി മതം നോക്കാതെ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസത്തെയും ഡെയിലി ബ്രെഡ് ഞാൻ സ്റ്റാറ്റസ് ഇടും. എനിക്ക് പറ്റുന്നിടത്തോളം പേർക്ക് ഞാൻ ഷെയർ ചെയ്യും. പിന്നെ ഉടമ്പടി ധ്യാനം അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ ധ്യാനം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ ധ്യാനവും എനിക്ക് കൃത്യമായിട്ട് കൂടാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇനിയും വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ട്, മറ്റ് ചങ്കുപൊട്ടുന്ന വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അമ്മ മാതാവ് അതൊക്കെ കാണുന്നുണ്ട്. നമുക്ക് തരുന്ന ഓരോ വേദനകളും തമ്പുരാൻ അറിയാതെയല്ല. തമ്പുരാൻ നമുക്ക് തന്നത്, സൃഷ്ടിച്ച തമ്പുരാൻ അറിയത്തില്ലേ നമുക്ക് വേദനയുണ്ടെന്ന്. അതെനിക്കിന്ന് മനസ്സിലാക്കി ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ആദ്യമേ തന്നെ ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർന്നാണ് വരുന്നത്. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് 2024 സെപ്റ്റംബർ മാസത്തിലാണ് എടുത്തത്. അന്ന് ഞാൻ എൻജിനീയറിംഗ് പഠിക്കുകയായിരുന്നു. സിവിൽ എൻജിനീയറിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊക്കെ പഠിക്കണ സമയത്തായാലും പ്രൊജക്റ്റ് ആ ലാസ്റ്റ് ഇയറിൻ്റെ പ്രഷറും എല്ലാ സമയവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് തന്നെ എനിക്ക് എല്ലാം പ്രൊജക്റ്റിൻ്റെ കാര്യത്തിനായാലും പഠന കാര്യത്തിലായാലും എല്ലാം ഒരു തടസ്സവും കൂടാതെ എനിക്ക് എൻജിനീയർ ആവാൻ സാധിച്ചു. അതുകൂടാതെ എനിക്കിപ്പോൾ ഞാനൊരു വലിയ അനുഗ്രഹം കിട്ടി. എനിക്ക് ന്യൂസിലൻഡിൽ പോകാനായിട്ടുള്ള വിസ വന്നു. അതിനെപ്പറ്റിയാണ് പറയണത്. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ കൂട്ടുകാർ ഒരു 2 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ന്യൂസിലൻഡിൽ പോകാനായിട്ട് ഒരുമിച്ച്. പക്ഷേ IELTS ചേർന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് അവരില്ല, അവർ ബാക്കൗട്ട് ചെയ്യാണ്. ഞാൻ ഒറ്റപ്പെട്ട് സ്റ്റക്കായ ഒരു അവസ്ഥയായിരുന്നു. വെച്ചാൽ ഞാനെപ്പോഴും ഒരു രാജ്യത്തോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ആരും ഇല്ലാണ്ടായ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോഴും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം നടത്തണം എന്നുള്ള ഒരു ഇതും
പിന്നെ ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ച്, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച്, അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഒറ്റപ്പെട്ടു, എല്ലാവരും ഇല്ല, ആരും ഇല്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ എന്നെ കൈവിടല്ലേ, ഞാനിതിന് എന്തായാലും IELTS ചേർന്ന്, അപ്പം ഞാനിതിന് വേണ്ടി ഇറങ്ങാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും ഞാൻ പിന്നെ ചെയ്തത്. അപ്പോൾ IELTS സമയത്തും എനിക്ക് പഠിക്കാൻ പറ്റണില്ല, ഒരു ലാംഗ്വേജാണ്. അപ്പോൾ സ്പീക്കിങ്ങിനാണ് ഞാൻ ഏറ്റവും പ്രശ്നങ്ങൾ നേരിട്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എക്സാം എഴുതിയിട്ട് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വളരെയധികം ഒരു നിരാശ വന്നായിരുന്നു. എന്താണ് അമ്മ, എനിക്കെന്താണ് പറ്റാത്തത്, എന്നെക്കൊണ്ട് എനിക്കിത് പറ്റൂലേ, എൻ്റെ ജീവിതം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പുറത്തോട്ട് വന്ന് തന്നെ ആഗ്രഹിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു സ്റ്റക്കായൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെയായിരുന്നു എൻ്റെ കറക്റ്റായിട്ട് ഉടമ്പടി പുതുക്കണ ഒരു സമയം ഉണ്ടായത്. അപ്പോൾ ഞാൻ രണ്ടാമത് IELTS വേണ്ടി ഓൺലൈൻ കോച്ചിങ്ങിന് ഞാൻ ചേർന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അവിടെ ആൾക്കാരല്ല, അവിടെ ഒരു നമ്മൾ പ്രദക്ഷിണം പോകില്ലേ ഉടമ്പടി പുതുക്കണേൻ്റെ, അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് അടുത്ത പ്രാവശ്യം ഞാൻ പാസ്പോർട്ടൊക്കെയാണ് വന്നത്, പാസ്പോർട്ടും എല്ലാമായിട്ടാണ് വന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്കിത് കിട്ടണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഒരു ബ്രദർ ഞാൻ കരയണ കണ്ടിട്ടായിരിക്കും എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച് എന്താണ് പറ്റിയെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അടുത്ത പ്രാവശ്യം നിനക്ക് വരുമ്പോൾ നീ IELTS കൊണ്ടായിരിക്കും വന്നത്. പിന്നെ അവിടെ നമുക്ക് പ്രദക്ഷിണം പോകുമ്പോൾ മാതാവിനെയും എല്ലാം എല്ലാം പിടിക്കണതിൽ എനിക്ക് കിട്ടിയത് മാതാവിനെ തന്നെയാണ്. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ പാസ്പോർട്ട് എല്ലാം അവിടെ വെച്ച് മാതാവിൻ്റെ തൊട്ട് അടുത്ത് വെച്ചിട്ടാണ് ഞാൻ അന്ന് ഈ പ്രദക്ഷിണത്തിന് വന്നത്. അപ്പം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായി, അടുത്ത പ്രാവശ്യം എന്നെ കൈവിടൂല എന്നുള്ളത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ IELTS പഠിക്കുന്ന ടീച്ചർ എനിക്ക് ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടും എനിക്ക് ഒട്ടും പറ്റണ്ടായില്ല, എനിക്ക് സ്പീക്കിങ്ങിന് ഒരു അക്ഷരം എനിക്ക് പറയാൻ പറ്റണ്ടായില്ല ചോദിക്കുമ്പോഴായാലും. അപ്പോൾ എൻ്റെ അടുത്ത് ആ ടീച്ചർ ഒരു ക്രിസ്ത്യൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ദൈവവചനം എനിക്ക് പറഞ്ഞത്, സെഫാനിയ 3:17, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്, അപ്പോൾ അത് നീ പറഞ്ഞിട്ട് നീ പഠിക്കാനിരിക്കുക. അപ്പോൾ അന്ന് മുതൽ ഞാൻ അത് പറഞ്ഞാൽ പഠിക്കാനിരിക്കുന്നത്. അന്ന് മുതൽ എനിക്ക് വളരെയധികം ഒരു മാറ്റമാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അതേപോലെ ഞാൻ ഡേറ്റ് എടുത്ത് എക്സാമിന് പോയി സമയത്ത് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കയറണേൻ്റെ മുന്നേ അവിടെ നിന്ന് ഇൻവിജിലേറ്റർ എൻ്റെ എല്ലാം ചെക്ക് ചെയ്ത സമയത്ത് എന്താണ് പോക്കറ്റിലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എടുത്ത് കാണിച്ച് മാതാവിൻ്റെ ലോക്കറ്റാണെന്ന്. പക്ഷേ ഒരു സാധനം പോലും അകത്തോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനത്തെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് പോലത്തെ ഒരു എക്സാമിന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു ദൈവഭാഗ്യത്തിന് മാതാവിൻ്റെ അനുഗ്രഹം അന്ന് കൂടെ ഉള്ളതുകൊണ്ട് മാതാവ് ആ ഇൻവിജിലേറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ആരും കാണാതെ പോക്കറ്റിൽ തന്നെ വെച്ചോ, കയറിക്കോ എന്ന് പറഞ്ഞു. അതെനിക്ക് അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഒറ്റ ആളുടെ ഒരു സാധനം അവരകത്തോട്ട് കയറ്റാത്ത സമയത്ത് മാതാവ് എനിക്കത് അകത്തോട്ട് കൊണ്ടുപോക്കോന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് എക്സാം എഴുതി ഞാൻ എന്താണോ ഇവിടെ ഉടമ്പടിയിൽ എഴുതിയത്, എനിക്ക് എത്ര സ്കോറാണോ വേണ്ടത് അത് കറക്റ്റ് അത്രയും സ്കോറിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പോലും അത്ഭുതം വന്ന രീതിക്ക്, അതും ഒട്ടും സ്പീക്കിങ്ങിന് ഒട്ടും മാർക്കില്ലാത്ത സമയത്ത്, ഫസ്റ്റ് എഴുതിയപ്പോൾ ഒട്ടും മാർക്കില്ലാത്ത സമയത്ത് അതിനേക്കാളും ഇരട്ടി മാർക്കിലാണ് എനിക്ക് സ്പീക്കിങ്ങിന് വന്നത്. അപ്പോൾ ഞാൻ എനിക്കറിയില്ല എനിക്ക് എത്ര അനുഗ്രഹം തന്നത്. അതേപോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് വിസക്ക് വെച്ച സമയത്തും ഞാൻ ഡിസംബറിലാണ് വിസക്ക് വെച്ചത്. അപ്പോൾ ഈ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ പോണവർക്കൊക്കെ അറിയാം വളരെ തടസ്സമാണ് വിസക്ക് കിട്ടാനായാലും എല്ലാം. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ വെക്കേഷനും ന്യൂ ഇയർ ഒക്കെ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഏജൻസി അടക്കം എല്ലാവരും പറഞ്ഞത് നവംബറിൽ വെച്ചവർക്ക് വരെയും വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് വരെയാണെങ്കിൽ തന്നെ എന്തായാലും ഡിലേ ആവും, എനിക്കാണെങ്കിൽ ഫെബ്രുവരി ക്ലാസ് തുടങ്ങും. അപ്പോൾ ഈ പക്ഷേ ഞാൻ വിസക്ക് വെച്ചത് ഒരു ഡിസംബർ പാതിയായപ്പോഴാണ്. പക്ഷെ ഒരു മാസം എന്തായാലും എടുക്കും ഇതിൻ്റെ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ വന്നെങ്കിൽ. പക്ഷെ ഒരു മാസം പോലും എടുക്കാതെ എനിക്ക് അമ്മ ഡിസംബർ ആ വെക്കേഷൻ്റെ സമയത്ത് തന്നെ ഫസ്റ്റ് അപ്രൂവൽ വരാണ്, 29-ാം തീയതി ഫസ്റ്റ് അപ്രൂവൽ വരാണ്. എനിക്കറിയില്ല ഞാൻ എത്രത്തോളം, അപ്പം ഞാൻ ഇരുന്ന് കരയാണ്, മാതാവിനൊക്കെ ഇരുന്ന് കരഞ്ഞു പോയി. എനിക്കറിയില്ല എന്താണ് അമ്മ എന്നെ വിധിച്ചു കൊണ്ടുപോകണ പോലെ എനിക്കിപ്പോൾ ആ രാജ്യത്തോട് ഞാൻ പോകുമ്പോൾ എനിക്ക് തോന്നണത്. അത് കഴിഞ്ഞിട്ട് ഫീസ് പേയ്മെൻ്റ് ആയാലും ഒരു തടസ്സവും കൂടാതെ ഇപ്പം നടന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ 4-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കിപ്പോയി. അപ്പോഴും എനിക്ക് കൺഫർമേഷൻ വിസ വന്നിട്ടുണ്ടായില്ല. ഫസ്റ്റ് വിസ വന്നെങ്കിലും അത് നമുക്ക് പോകാൻ പറ്റൂല രാജ്യത്തോട്ട്, ഫീസ് അടച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ലാസ്റ്റ് വിസ വന്നു. പക്ഷെ ആ സമയത്ത് ഇവിടെ നിന്ന് 4-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കിപ്പോയി. എനിക്ക് 8-ാം തീയതിക്ക് എനിക്ക് വിസ കൺഫർമേഷൻ വിസ വന്ന്.
അന്ന് തന്നെ എനിക്ക് ബുക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാൻ പറ്റി. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നണത്. വെച്ചാൽ എനിക്ക് 9-ാം തീയതി അവിടെ ക്ലാസ് തുടങ്ങാണ്. ആ സമയത്ത് എല്ലാവരും പോണ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഒട്ടുമില്ല, എല്ലാം ബിസിനസ് ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുത്ത സമയത്ത് 8-ാം തീയതിക്ക് ഒരേ ഒരു ടിക്കറ്റാണ് ബാലൻസ് ഉണ്ടായത്. എക്കോണമിക് ക്ലാസ്സിൽ കാശ് കുറവിന് ഒരേ ഒരു ടിക്കറ്റാണ് ഉണ്ടായത്. അതെൻ്റെ അടുത്ത് പറഞ്ഞ് ആ ഏജൻസിക്കാർ പറഞ്ഞ് നീ ഇപ്പം എടുത്തോ അല്ലെങ്കിൽ നിനക്കിത് കിട്ടാൻ പോണില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ടിക്കറ്റ് മാത്രമായിട്ടാണ് ലാസ്റ്റ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതും ഞാൻ എടുത്ത് അന്ന് തന്നെ ഒരത്ഭുതം നടന്ന പോലെ ടിക്കറ്റും എടുത്ത് വിസ എടുത്തപ്പോൾ ഞാൻ വിസയും ടിക്കറ്റും ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇന്ന് വന്നപ്പോഴും എനിക്ക് ഇവിടെ കയറി പറയാനായിട്ട് അറിയില്ല, എനിക്ക് ഇവിടെ കയറി പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മീൻസ് എല്ലാവരെയും കണ്ടൊരു സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ള ഒരാളായതുകൊണ്ട് ഇങ്ങനെ പറയാനൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവരുടെയും സാക്ഷ്യം കേട്ടപ്പോൾ എന്തുകൊണ്ട് എനിക്കിത് പറഞ്ഞുകൂടാ, എനിക്കിത് പറയാണ്ട് ഞാൻ ആ രാജ്യത്തോട്ട് എങ്ങനെ മനസ്സമാധാനത്തിൽ പോകുമെന്ന് ഞാൻ ആലോചിച്ച് ഞാൻ എഴുതി വരെയാണ് ഇന്ന് കൊണ്ടുവന്നത്. ഇത് കൃതജ്ഞത പോലെ എഴുതി ഇവിടെ ഇടാന്ന് പറഞ്ഞാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ വന്നപ്പോൾ എനിക്കിത് പറയണം, എനിക്ക് പറയാണ്ട് ആ രാജ്യത്തോട്ട് എനിക്കിനി പോകാൻ പറ്റൂല എന്ന് ഞാൻ ഉറപ്പിച്ച് ഇവിടെ വന്നിപ്പോൾ എഴുതിയാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കയറിയേക്കണേ. അപ്പോൾ എനിക്ക് ടിക്കറ്റും വിസയൊക്കെ വന്ന് ഞാൻ 8-ാം തീയതി ന്യൂസിലൻഡിലോട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇനിയും ഉടമ്പടി ജീവിതം, എനിക്ക് ഈ ആൾക്കാരിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ എനിക്കിത് ഉടമ്പടി ജീവിതം, എനിക്ക് ജീവിതകാലം മൊത്തം എനിക്കിത് കൊണ്ടുപോകണം. എനിക്ക് അത്ര അനുഗ്രഹങ്ങളാണ് മാതാവിൽ നിന്ന് കിട്ടിയേക്കണത്. വിശ്വസിച്ച് നമുക്ക് എന്തായാലും നമുക്ക് തന്നിരിക്കും. ഒന്നും അറിയാണ്ട് എനിക്കെല്ലാം കിട്ടി. അപ്പോൾ എനിക്ക് അത്രയധികം മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമായാലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇപ്പോൾ പത്രം കിട്ടണതൊക്കെ ഞാനും അമ്മയും കൂടി തന്നെ എല്ലാ പള്ളികളിലായാലും ഹോസ്പിറ്റലിലായാലും എല്ലായിടത്തും രോഗികളെ സന്ദർശനം എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ മത്തായി ബൈബിൾ ആ ഒരു വചനം മത്തായിയുടെ ഒരു ലേഖനം മൊത്തം ഞാൻ വായിച്ചു തീർത്ത് ഇപ്പോൾ മർക്കോസ് തുടങ്ങിയേക്കാണ്. സുവിശേഷങ്ങൾ വായിച്ചു തീർത്ത് ഇപ്പോൾ മർക്കോസ് തുടങ്ങിയേക്കാണ്. അപ്പോൾ 1/2 മണിക്കൂറോളം ബൈബിൾ വായിക്കാനും കൂടുതൽ ദൈവത്തെ അറിയാനും ഒക്കെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെയാണ് സാധിച്ചത്. അപ്പോൾ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി.